ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടല തോരൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഇതുണ്ടാക്കുന്നതിനായി 1 കപ്പ് കടല കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തലേ ദിവസം കുതിർത്താനിട്ടിരുന്നതാണ് കേട്ടോ. ഇനി ഇത് വേവിച്ചെടുക്കണം. അതിനായി കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 8-9 വിസിലടിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ കടല വേവായി വരുന്ന സമയം കൊണ്ട് നമുക്കിനി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 1/2 കപ്പ് നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ. 1 കപ്പ് കടലയ്ക്ക് 1/2 കപ്പ് നാളികേരം, അതാണ് കണക്ക്. ഇനി ഇതിലേക്ക് 5 എണ്ണത്തോളം ചെറിയുള്ളിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത ശേഷം ഇതുപോലെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോവണ്ട, ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചത് ഫുൾ പ്രഷർ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ദേ കടല വേവായിട്ടുണ്ട്. ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇതുപോലെ പൊട്ടി വരുമ്പോൾ ഉണക്കമുളകും വേപ്പിലയും ചേർത്ത് മൂപ്പിച്ച ശേഷം ഒരു സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് തരിതരിപ്പോടെ അരച്ചെടുത്ത് വെച്ച തേങ്ങയരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയ ശേഷം ഇനി ഇതിലേക്ക് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം. കടല വേവിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് അവസാനമായി ഒരു 1/4 ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാല ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കടല തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കടല കറിയായിട്ട് മാത്രം വെക്കാതെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.